സാഹചര്യം ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ച് എവറിത്തിങ് ഈസ് ഫൈൻ. ബട്ട് എന്നാലും ഫ്ലൈറ്റ് സർവീസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഇപ്പം ഞങ്ങൾ അനന്തപുരി സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് രജിസ്റ്റർ ചെയ്ത് വന്നത്. ദുബായിലുണ്ട്, പൊങ്കാലയുണ്ട്. എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്. വളരെയധികം സന്തോഷം ഇവിടെ വന്ന് തന്നെ ഇടാൻ സാധിച്ചതിൽ. കഴിഞ്ഞ വർഷം ഇട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഇതുവരെ മുടങ്ങാതെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വിചാരിച്ചു ആദ്യമായിട്ട് പൊങ്കാല ഇടുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. നമ്മുടെ മേയറിൻ്റെ ഒരു ടീം ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒത്തുചേരാൻ പറ്റുന്നത് തന്നെ ഒരു സന്തോഷമായിട്ട് കരുതി. ഞങ്ങൾ 4-നായിരുന്നു ബുക്ക് ചെയ്തത്, നാളത്തേക്കായിരുന്നു. പക്ഷേ ആസ് ഓഫ് നോ ഫ്ലൈറ്റ്സ് എല്ലാം റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും ഇങ്ങനെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് അവർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതിനനുസരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യണം. നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്നത് മൂലം പല വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ വിദേശ മലയാളികൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന സമയമാണ് ഇത്. എന്നാൽ ചില വിമാന സർവീസുകൾ റദ്ദാക്കിയത് മൂലം അവർക്ക് പൊങ്കാല ഇടാൻ വരാത്ത സാഹചര്യം വരെ ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ചിലർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദുബായിൽ നിന്നുമാണ്. എന്താണ് പേരെന്താണ്? പാർവതി. എപ്പോഴാണ് ഇവിടെ എത്തിയത്? ഞാൻ മെനിഞ്ഞാന്ന് രാവിലെയാണ് എത്തിയത്. ഞങ്ങൾ ലാൻഡ് ചെയ്ത് ഉച്ചയായപ്പോഴത്തേനാണ് ഇങ്ങനെ കേസ് റിപ്പോർട്ട് ചെയ്തത്. അപ്പം ഞങ്ങളൊരു ബാച്ച് ഓഫ് ആൾക്കാർ വരാനിരുന്നതാണ്, ഇൻക്ലൂഡിങ് എൻ്റെ അച്ഛൻ. പക്ഷെ അച്ഛന് വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ മദറൊക്കെ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സാഹചര്യം ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ച് എവറിത്തിങ് ഈസ് ഫൈൻ. ബട്ട് എന്നാലും ഫ്ലൈറ്റ് സർവീസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഇപ്പം ഞങ്ങൾ അനന്തപുരി സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് രജിസ്റ്റർ ചെയ്ത് വന്നത്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 200 ആൾക്കാർ വരാനിരുന്നതാണ്. അപ്പോൾ ആർക്കും വരാൻ പറ്റില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ ഒരു പാർട്ടാവുകയാണ്. പിന്നെ ആദ്യമായിട്ടാണോ പൊങ്കാല? ഞങ്ങൾക്ക് അവിടെ ദുബായിലുണ്ട്, പൊങ്കാലയുണ്ട്. എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്. വളരെയധികം സന്തോഷം ഇവിടെ വന്ന് തന്നെ ഇടാൻ സാധിച്ചതിൽ. മറ്റാരൊക്കെയാണ് കൂടെ വരാൻ ഉദ്ദേശിച്ചിരുന്നത്? എൻ്റെ പേഴ്സണലി ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, പിന്നെ എൻ്റെ ഫാദർ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ അച്ഛന് വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇതാണ് സാഹചര്യം. പലർക്കും നിലവിലിപ്പോൾ എത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. എന്താണ് പേര്? ജയലക്ഷ്മി. ദുബായിൽ തന്നെയാണ്? അല്ല, ഞാൻ തൊടുപുഴയിൽ സിസ്റ്ററിലെ. ഇത് ആദ്യമായിട്ടാണോ? അല്ല, രണ്ടാമത്തോട്ടാ. ശ്രീലേഖ. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. അതെ, ഞങ്ങൾ ഷാർജയിൽ നിന്ന്. ഇപ്പോൾ എന്നെ ഓക്കെയാണ്. നമ്മുടെ ആൾക്കാർ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം എന്തായാലും കാണുമല്ലോ. പക്ഷേ ഇറ്റ്സ് ഓക്കെ. നമുക്കിവിടെ നല്ലൊരു രാജേഷ് ജിയുടെ ഇനിഷ്യേറ്റീവ് എല്ലാം കൊണ്ട് തന്നെ നമുക്കിവിടെ നല്ലൊരു എല്ലാവരും ഒരുമിച്ച് ഇടാൻ പറ്റുന്നുണ്ട്. അപ്പം അതിൽ സന്തോഷമുണ്ട്. സോ യാ, കോപ്പിംഗ് അപ്പ് വിത്ത് സിറ്റുവേഷൻ. ഷാർജ. ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇപ്പം നല്ലതായിട്ട് പോകുന്നു. ഇവിടെ എപ്പോഴെത്തി? ഞങ്ങൾ 2 ദിവസമായി എത്തിയിട്ട്. ഇവിടെ വരണം ഉദ്ദേശിച്ച ആൾക്കാർക്കൊന്നും എത്താൻ പറ്റി? ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും. അതെ. ശരി. മറ്റാരെങ്കിലും, അതായത് ഫ്രണ്ട്സോ മറ്റോ വരണമെന്ന് വിചാരിച്ചു? ഒത്തിരി പേരുണ്ട്, വരാനുണ്ട്. അവർക്കാർക്കും വരാൻ പറ്റിയില്ല. വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. അവിടെ അവർ കുറച്ച് പേരെല്ലാം അവിടെ പൊങ്കാല ഇടുന്നുണ്ട്. ഇന്ന് വീട്ടിൽ തന്നെ ഇടുന്നുണ്ട്. എന്തായാലും ഷാർജ, ദുബായ് എന്നിവിടങ്ങളിൽ നിന്നും വന്നവരാണ്, വിദേശ മലയാളികളാണ് ഇവർ. ആദ്യമായിട്ടും അല്ലാതെയും തന്നെ പൊങ്കാല ഇടുന്നവരെല്ലാവരും തന്നെയുണ്ട്. നമുക്കറിയാം, പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്ന ഒരു സമയം, നിരവധി വിമാന സർവീസുകൾ ഉൾപ്പെടെ റദ്ദാക്കപ്പെട്ട ഒരു സാഹചര്യം. നിരവധി പ്രതിസന്ധികളിലൂടെയാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്നത് മൂലം റിയാദ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിലവിലിപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇവിടെ പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. നമസ്കാരം. നമസ്തേ. പിന്നെ ഇവിടെ തന്നെയാണ്? ഇവിടെയാണ്. ഞാനിപ്പോൾ വികസിത അനന്തപുരിയുടെ ഭാഗമായിട്ട് ഇവർക്ക് ഹെൽപ്പിന് വേണ്ടി വന്നതാണ്. ഇപ്രാവശ്യം ഞാൻ പൊങ്കാല ഇടുന്നതെന്ന് വെച്ചിട്ട് ഇവർക്കൊക്കെ ഹെൽപ്പായിട്ട് ആദ്യമായിട്ട് പൊങ്കാല ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്കൊരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ഇല്ല, ഇപ്രാവശ്യം ഇടുന്നില്ല. ഇവർക്ക് ഒരു ഹെൽപ്പായിട്ട് കൂടെ വന്നതാണ്. കഴിഞ്ഞ വർഷം ഇട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഇതുവരെ മുടങ്ങാതെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വിചാരിച്ചു ആദ്യമായിട്ട് പൊങ്കാല ഇടുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. വികസിത അനന്തപുരിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ മേയറിൻ്റെ ഒരു ടീം ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ
ഒത്തുചേരാൻ പറ്റുന്നത് തന്നെ ഒരു സന്തോഷമായിട്ട് കരുതുന്നു. ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഹെൽപ്പ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഒരു കാര്യം കൂടെ ചോദിക്കണം. ഇനിയിപ്പോഴാണ് തിരിച്ചു പോകുന്നത്? ഞങ്ങൾ 4-നായിരുന്നു ബുക്ക് ചെയ്തത്, നാളത്തേക്കായിരുന്നു. പക്ഷേ ആസ് ഓഫ് നോ ഫ്ലൈറ്റ്സ് എല്ലാം റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങളും ഇങ്ങനെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് അവർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള. അതിനനുസരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യണം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നത് മൂലം പലർക്കും നമ്മുടെ സ്വന്തം നാട്ടിലേക്കടക്കം തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതേസമയം തന്നെയാണ് നമ്മുടെ തലസ്ഥാനത്ത് ആറ്റുകാൽ പൊങ്കാലയും നടക്കുന്നത്. അമ്മയോട് ഇവരെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുകയാണ് യുദ്ധമുഖം ഒഴിവാകട്ടെ എന്ന്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.